ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ വഴുതനങ്ങ അതുണ്ട്. അത് കഴുകി അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കെ അതിൻ്റെ കറ മാറാനായിട്ട്. എന്നിട്ട് ഇത് ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിക്കളയട്ടെ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം കൂടെ ഒഴിക്കാം, കാരണം മെഴുക്ക് പുരട്ടിയല്ലേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മളെ എണ്ണ ചൂടായി. ഇതിനകത്ത് ചെറിയ സ്പൂണാണ്, 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. അത് പൊട്ടട്ടെ. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ഒന്ന് കുറയ്ക്കാം. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലോട്ട് ഈ അരിഞ്ഞ് കഴുകി വച്ചേക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കേ. ഇങ്ങനെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി തീ ഒരു ശകലം കൂട്ടി കൊടുക്കാം. ഒരു മീഡിയത്തിൽ വെക്കാം. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കാം. തീ ഒന്ന് വീണ്ടും കുറയ്ക്കാം. തീരെ കുറയ്ക്കണ്ട, മീഡിയത്തിലും തൊട്ട് താഴെ. ഇതൊന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ വഴുതനങ്ങ നോക്കേ. 1.5 മിനിറ്റ് ആയതേ ഉള്ളേ. അധികം ഇട്ട് കൊടുക്കരുത്, വെന്ത് കുഴഞ്ഞു പോകും. ഇനി അടയ്ക്കരുത്, ഇനി കവർ ചെയ്ത് കൊടുക്കണ്ട. ഇങ്ങനെയാണ് കിടന്നാൽ മതി. ഇനി ഇതിലോട്ട് അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് 1 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്തേ. ഇനി തീ ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, കുഴഞ്ഞു പോകും. അതുകൊണ്ട് അധികം ഒന്ന് തീ ഇട്ടിട്ട് കവർ ചെയ്ത് കൊടുക്കരുത്. ഒരു 1.5 മിനിറ്റ് കൊടുക്കാവൂ. തീരെ സിം വെക്കണ്ട, മീഡിയത്തിനും താഴെ. ഇതിങ്ങനെ ഒരു
തീ ഒന്ന് കുറച്ച് കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് കിടക്കട്ടെ. വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഒന്ന് ഇളക്കി കൊടുക്കേ. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചോട്ടെ. ഇത് ഭയങ്കര എരിയുള്ള പച്ചമുളക്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അണയ്ക്കാം, പക്ഷെ ഒന്നുകൂടെ ഒന്ന് റെഡി ആവട്ടെ. ഈ ഒന്നും കൂടെ കുറയ്ക്കാം. ചെറിയൊരു ഇത് വരട്ടെ. നമ്മുടെ കത്തിരിക്ക വഴുതനങ്ങ മെഴുക്ക് വരട്ടി റെഡി. ഇളക്കി ഞാൻ കുഴയ്ക്കുന്നില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പച്ച ചോറുമായിട്ടൊക്കെ കഴിക്കണേ. നല്ല മോരടച്ചതില്ലേ, മോരടച്ചും ചോറും ചേർത്ത് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കേ. അപ്പോൾ വഴുതനങ്ങ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം